ഹലോ അസ്സാം വലൈക്കും ഓൾ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫാഷൻ ഡിസൈനിങ് ക്ലാസ് ആയിട്ടാണ് കേട്ടോ. 2 മാസത്തോളമായിട്ടോ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണമാണ് കേട്ടോ വീഡിയോസൊന്നും ഇടാറുന്നത്. കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീ ഫാഷൻ ഡിസൈനിങ് കോഴ്സിലെ എംബ്രോയ്ഡറി ക്ലാസ്സാണ് കേട്ടോ ആദ്യം നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. 20 സ്റ്റിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 21ാമത്തെ സ്റ്റിച്ചാണ് കേട്ടോ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു സ്റ്റിച്ചാണ്. ബുള്ളിയൻ നോട്ട് കേട്ടോ സ്റ്റിച്ചിൻ്റെ നെയിം. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. 6 നൂലിലാണ് ഇത് ചെയ്തെടുക്കുക. അതേപോലെ നമ്മൾ നീഡിലെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഹോൾ ഉണ്ടാവില്ലേ, ആ ഹോൾ ചെറിയ ഹോളായിട്ടുള്ളത് എടുക്കണം. 6 കൊള്ളും വേണം, എന്നാൽ ചെറിയ ഹോളായിട്ടുള്ള നീഡിലെടുക്കുമ്പോൾ കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. സ്റ്റിച്ച് ബോർഡിലാണ് നമ്മൾ ആദ്യം ബുള്ളിയൻ നോട്ട് ചെയ്യാൻ വേണ്ടി പോണത്. അതിനായിട്ട് ഇതാ ഞാൻ ചെറിയ ചെറിയ ലൈനാക്കി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് തുടങ്ങാം കേട്ടോ. അതിനായിട്ട് സൂചി മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം ഒരു നിശ്ചിത അകലം വെച്ചിട്ട് സൂചി ആദ്യം കുത്തിയെടുത്തില്ല, ആ പോയിന്റിൽ തന്നെ കുത്തിയിട്ട് മുകളിലേക്ക് വെക്കട്ടോ. സൂചി മുകളിലേക്ക് വലിച്ചെടുക്കരുത്. അതിന് മുന്നായിട്ട് നമുക്ക് ഈ ത്രെഡ് കൊണ്ട് സൂചിയിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കണം. ആ ചുറ്റി കൊടുക്കുന്നത് ടൈറ്റും ആവാൻ പറ്റില്ല, ലൂസാവാൻ പറ്റില്ല. ഒരു മീഡിയം ലെവലിൽ, എന്നാൽ കുറച്ച് ലൂസാവും വേണം. അങ്ങനെ നമ്മൾ ചുറ്റി കൊടുക്കട്ടോ. എന്നിട്ട് നല്ല ടൈറ്റായി നമുക്ക് ഈ സൂചി വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്നിട്ട് ആ ചുറ്റിയിലെ അവിടെ ഒരു കൈ വെച്ചിട്ട് നമുക്ക് ഈ സൂചി ഇങ്ങനെ പതുക്കെ പതുക്കെ വലിച്ചെടുക്കാം. സൂചിയിൽ ഞാൻ ത്രെഡ് ചുറ്റിയത് 8 പ്രാവശ്യമാണ് കേട്ടോ. എന്നിട്ട് ഇതാ പതുക്കെ നമുക്ക് വലിച്ചെടുക്കാം. വലിച്ചെടുക്കുമ്പോൾ ആദ്യം ചെയ്യണവർക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടാവും. പക്ഷേ അത് 2-3-4 പ്രാവശ്യം ചെയ്താൽ ശരിയാവണമെന്നേ ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയുള്ള സ്റ്റിച്ചാണ്. വലിച്ചെടുക്കാൻ കഴിയില്ല വിചാരിച്ചിട്ട് ആരും ചെയ്യാതിരിക്കരുത്. പ്രാക്ടീസിലൂടെ എല്ലാം ശരിയാവും കേട്ടോ. സൂചി ഇതാ നമ്മൾ വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ സ്റ്റിച്ച് കഴിയുന്നിടത്ത് നമുക്ക് സൂചി കുത്തി ഇറക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു സ്റ്റിച്ചായി ബുള്ളിയൻ നോട്ട് ഒരു സ്റ്റിച്ച് നമുക്ക് കിട്ടിട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ബുള്ളിയൻ നോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എങ്ങനെയാണെന്ന് ഒന്നും കൂടെ നമുക്ക് നോക്കാം കേട്ടോ. അതിനായിട്ട് ആദ്യം സൂചി മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം ഒരു നിശ്ചിത അകലം വെച്ചിട്ട് നമ്മൾ സൂചി ഇങ്ങനെ കുത്തിയിട്ട് മുകളിലേക്ക് വെക്കട്ടോ. ആദ്യം കുത്തിയ പോയിന്റിൽ തന്നെ ആക്കിയിട്ട് മുകളിലേക്ക് വെക്കുക. എന്നിട്ട് അതിൽ നമ്മൾ ത്രെഡ് ചുറ്റാണ്ട് ചെയ്യുക. പറയുമ്പോൾ മനസ്സിലാവാത്തവരെന്തായാലും വീഡിയോ കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് നോക്കുക. ഇതിൽ 8 പ്രാവശ്യം 9 പ്രാവശ്യം അങ്ങനെ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ചുറ്റാം. അപ്പോൾ ആ ചുറ്റുമ്പോൾ നമുക്ക് അത്രയും ഗ്യാപ്പ് അവിടെ വിടണം കേട്ടോ. ഒരു നിശ്ചിത അകലം വെച്ചില്ലേ, അവിടെ നമുക്ക് എത്രയാണോ കൊള്ളുക അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചുറ്റി കൊടുക്കാൻ. എന്നിട്ട് നമുക്കിത് വലിച്ചെടുത്തിട്ട് അതിൻ്റെ അവിടെ ആയിട്ട് നമുക്ക് സൂചി കുത്തി ഇറക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് കഴിയും കേട്ടോ. അങ്ങനെയാണ് ബുള്ളിയൻ നോട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മൾ കൂടുതലായിട്ട് ഫ്ലവേഴ്സിനാണ് ഉപയോഗിക്കുക. നല്ല ഭംഗിയുണ്ടാവും. ഫ്ലവേഴ്സ് റോസ് ഫ്ലവറൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ അതുപോലെ എത്ര ലൂപ്സ് വേണമെങ്കിലും ഇതിനിടാം കേട്ടോ. നമുക്ക് എത്ര വേണമെങ്കിലും ലൂപ്സ് ഇതിനിടാം. ഈ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ 6 ത്രെഡിൽ വെച്ച് ചെയ്യുന്നതാണ്. അതുപോലെ ഒരു ഫില്ലിങ് സ്റ്റിച്ചാണ് ബുള്ളിയൻ നോട്ട് എന്നുള്ളത്. പിന്നെ ഫ്ലവേഴ്സിനാണ് ഇത് കൂടുതലായിട്ട് ചെയ്യുക. ഫ്ലവേഴ്സ് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ ഫ്ലവേഴ്സിനാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുക. പിന്നെ നമുക്ക് സ്റ്റിച്ച് ബോർഡിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മോട്ടിഫിൽ ഒരു പിക്ചറിൽ എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ. അതായത് ഞാൻ ഫ്ലവേഴ്സിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ഫ്ലവേഴ്സിലാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുക. ഞാൻ സാധാരണ മോട്ടിഫിൽ ചെയ്യുമ്പോൾ ഒരു പിക്ചറിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരല്. പക്ഷേ ഈ സ്റ്റിച്ച് നല്ല ഭംഗിയുള്ള സ്റ്റിച്ചും പിന്നെ അതുപോലെ ഒരുപാട് രീതിയിലുള്ള ഫ്ലവേഴ്സ് നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ 3 ഫ്ലവർ ആണ് കേട്ടോ ഈ സ്റ്റിച്ച് കൊണ്ട് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാം. നല്ലപോലെ കണ്ട എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പും കൂടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ മെമ്പേഴ്സ് ഉണ്ട്. അവരൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് പിക്ചറൊക്കെ നമുക്ക് അയച്ചു തരാറുണ്ട്. അപ്പോൾ നല്ല സന്തോഷം തോന്നും കേട്ടോ. നമ്മൾ പഠിപ്പിച്ചു കൊടുത്തതല്ലേ അവർ ചെയ്യണതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ 2 മാസത്തോളമായി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ അതുവരെ അവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അടുത്ത ക്ലാസ്സിന് വേണ്ടിയിട്ട്. എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലും നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോസ് ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോസൊക്കെ വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, വർക്കൊക്കെ ചെയ്യുക, എന്നിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തരിക കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്തെടുത്തല്ലോ. ഇനി നമുക്ക് എങ്ങനെയാണ് മോട്ടിഫിൽ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ 3 പിക്ചറാണ് ചെയ്യണത് എന്ന് പറഞ്ഞല്ലോ.
ഒന്ന് ഇതാ ഫ്ലവറിൻ്റെ രൂപത്തിലും വരച്ചെടുത്തിട്ടുണ്ട്. 2 റൗണ്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ ചെയ്യാം കേട്ടോ. അതിനായിട്ട് ഇതാ സൂചി മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ ആ സ്റ്റിച്ചിൻ്റെ എൻഡിങ്ങിൽ ആ ഒരു ഇതളാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇതളിൻ്റെ എൻഡിങ്ങിലായിട്ട് നമ്മൾ സൂചി നേരത്തെ പോലെ വെക്കുക. ഇനി ഇതിൽ ചുറ്റുന്നത് 30 പ്രാവശ്യം കേട്ടോ. അപ്പോൾ ഒരു ഇതളിന് വേണ്ടത് 30 ലൂപ്സാണ് ഞാനിതിൽ എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ചുറ്റിയിട്ട് നല്ല ടൈറ്റിൽ ചുറ്റിയാൽ നമുക്ക് സൂചി വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അത് കാരണം നമുക്ക് കുറച്ച് ലൂസാക്കിയിട്ട് വേണം ചുറ്റിയെടുക്കാൻ. എന്നാലുള്ള നമുക്ക് സൂചി പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ കേട്ടോ. ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാനതിൻ്റെ നമ്പർ അടിയിൽ കൊടുക്കാം കേട്ടോ. വീഡിയോൻ്റെ അടിയിൽ ഞാൻ കൊടുക്കാം. കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്തിട്ടിടാം. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ അതിൽ ജോയിൻ ആവുക കേട്ടോ. ഇന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ചോദിക്കാമല്ലോ. പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് അതിലുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഇതേപോലെ ഫോട്ടോസൊക്കെ ഇങ്ങനെ അയച്ചു തരും ഓരോ വർക്ക് ചെയ്തതിൻ്റെയൊക്കെ. അപ്പോൾ അതെല്ലാവർക്കും കാണും, അതുപോലെയൊക്കെ ചെയ്യും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ അതിൽ കയറുക. ഇതാ നമ്മളൊരു ഇതിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഈ ഫ്ലവർ നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ട് എടുക്കുക. ആ ഇതൾ അവിടെ ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു റണ്ണിങ് പോലെ ചെയ്തിട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. അത് ആ ഇതൾ അവിടെ ഇങ്ങനെ ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് അറിയൊന്നുമില്ല. ഇനി നമുക്കിതാ അടുത്ത ഇതൾ ചെയ്തെടുക്കാം. അതിൽ 30 പ്രാവശ്യം തന്നെയാണ് കേട്ടോ ചുറ്റിയെടുക്കുന്നത്. കുറച്ച് സ്പീഡിലാണ് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത്. വീഡിയോ ലോങ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. 3 ഫ്ലവർ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേന് വീഡിയോ ലോങ് ആയിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറയണം. എന്നാലല്ലേ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി നമുക്കിതാ ഈ ഫ്ലവർ കംപ്ലീറ്റ് ആക്കി എടുക്കാം കേട്ടോ. ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള രീതിയിലാണ് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ വീട്ടമ്മമാർക്കും സ്റ്റുഡൻസിലും ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ വീഡിയോസൊക്കെ ഉണ്ടാവുക. എംബ്രോയ്ഡറി, ആരി വർക്ക്, ബീഡ്സ് വർക്ക്, സ്റ്റിച്ചിങ് ഇതൊക്കെ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കഴിയട്ടെ. അതിലാദ്യം എംബ്രോയ്ഡറി ക്ലാസ്സാണ് കേട്ടോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 21ാമത്തെ സ്റ്റിച്ചാണ് ബുള്ളിയൻ നോട്ട് എന്നുള്ളത്. അപ്പോൾ 20 ക്ലാസ് ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ആരി വർക്കും ബീഡ്സ് വർക്കും സ്റ്റിച്ചിങ്ങൊക്കെ കൊണ്ടുപോകണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞില്ല. ബേസിക് ആയിട്ടുള്ള എംബ്രോയ്ഡറി ക്ലാസ്സാണ് കേട്ടോ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇനി കുറച്ചും കൂടെ ഉള്ളു പഠിക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് സ്റ്റിച്ചിങ്, ആരി വർക്ക്, ബീഡ്സ് വർക്ക് അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണമായിരിക്കും. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുള്ളൂ. ആ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് കുറച്ച് പ്രയാസം ഉണ്ടല്ലോ അത് വലിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ ആ ത്രെഡിൽ ഇങ്ങനെ ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകും കേട്ടോ. അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ഇതാ കുറച്ച് നൂലുള്ളൂ ബാക്കി ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ നമ്മൾ ചുറ്റിയപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് സൂചി ഇളകി പോരുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആ സ്റ്റിച്ച് അവിടെ കെട്ടിട്ട് കൊടുത്തിട്ട് പുതിയ നൂലെടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് തുടങ്ങാം കേട്ടോ. അതിനിതാ ഞാനിങ്ങനെ കെട്ടിട്ട് കൊടുക്കുകയാണ്. എങ്ങനെ കെട്ടിട്ട് കൊടുക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ത്രെഡിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നത്. അവിടെ ഒരു ത്രെഡ് ഉണ്ടാവുമല്ലോ, ആ ത്രെഡ് കൂടെ നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുക, അല്ലാതെ ക്ലോത്തിലല്ല. അങ്ങനെ കെട്ടിട്ട് വെച്ചതിന് ശേഷം ആ ഇതിൽ നമുക്ക് ഫിക്സ് ആക്കണം കേട്ടോ. അതിനിതാ പുതിയ ത്രെഡ് എടുത്തിട്ട് സൂചിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇതിൽ ഫിക്സ് ആക്കിയതിന് ശേഷം പുതിയ ഇതിൽ നമുക്ക് ചെയ്തെടുക്കാം. ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് 2-3 ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതാ സൂചി മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം
ആ ത്രെഡിൽ സൂചി ചുറ്റിയിട്ട് നമ്മൾ അടിയിലേക്ക് കുത്തി അറക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ് ഫ്രഞ്ച് നോട്ടിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ പോയിട്ട് കാണാം. അതിൽ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് പറയുന്നുണ്ട്, ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഫ്ലവർ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതൊരു റോസ് ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം 2 ലൈന് ഒരു റൗണ്ട് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ 2 വര ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിതാ ആദ്യം സ്ട്രൈറ്റ് ആയിട്ടുള്ള ബുള്ളിയൻ നോട്ടാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്തല്ലോ അതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇതിൽ നമ്മൾ 7 ലൂപ്സാണ് കേട്ടോ കൊടുക്കുന്നത്. 7 പ്രാവശ്യമാണ് സൂചിയിൽ ത്രെഡ് ചുറ്റിയെടുക്കുന്നത്. ഇനി അതാ രണ്ടാമതും അതുപോലെ തന്നെ 7 പ്രാവശ്യം നമുക്ക് ചുറ്റിയെടുക്കാം. കുറച്ച് ലൂസാക്കിയിട്ട് ചുറ്റണം കേട്ടോ നീഡിൽ ചുറ്റുമ്പോൾ, എന്നാലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ കിട്ടുള്ളൂ. ഇനി ഇതാ ഇതുപോലെ നമ്മൾ ആ ലൈനിൻ്റെ പകുതിയിൽ നിന്ന് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കണം. എന്നിട്ട് അതിൽ നമുക്കിതാ ബുള്ളിയനോട് ചെയ്തെടുക്കാം. ഞാനിതിൽ പെന്നുകൊണ്ടാണ് വരയ്ക്കുന്നത്. അത് നിങ്ങൾക്ക് വീഡിയോ ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. പെന്നുകൊണ്ട് വരച്ചാലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അഥവാ ഡിസൈനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ആ മഷി അവിടെ നിന്ന് പോവില്ല. പെൻസിൽ കൊണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അത് കാരണം പെന്നുകൊണ്ടൊന്നും നിങ്ങൾ യൂസ് ചെയ്യരുത് കേട്ടോ. ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും ക്ലിയർ ആവാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ പെന്ന് യൂസ് ചെയ്യണത്. ക്ലോത്തിൽ നമ്മൾ പെന്നൊന്നും യൂസ് ചെയ്യരുത്. ഇതിൽ ഞാൻ 12 ലൂപ്സാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഓരോന്നിലും ഓരോ ലൂപ്സൊക്കെ അങ്ങനെ കൂട്ടിയിട്ട് കൊണ്ടുവരാം. 2-3 എണ്ണത്തിലൊക്കെ ഇനി 12 ലൂപ്സ് തന്നെ മതി. അത് കഴിഞ്ഞിട്ട് 13, 14 ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ വലുതാക്കി കൊണ്ടുവരാം കേട്ടോ. ഒരു ബുള്ളിയൻ നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ 3/4 ഭാഗത്തു നിന്ന് തുടത്തണം കേട്ടോ. അടുത്ത ബുള്ളിയൻ നോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ 3/4 ഭാഗത്തു നിന്നെങ്കിലും തുടത്തണം. എന്നാലാണ് ആ ഇതൾ പോലെ അങ്ങനെ വരുമ്പോൾ അത് കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ. പിന്നെ അടുപ്പിച്ചിട്ട് ചെയ്യണം ഈ റോസ് ഫ്ലവർ ചെയ്യുമ്പോൾ. അങ്ങനെയൊക്കെ ചെയ്താൽ ഇത് നല്ലപോലെ പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിത് മുഴുവനായിട്ട് ചെയ്തെടുക്കാം.
റോസ് ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാ എടുത്തെടുത്ത് ചെയ്തിട്ട് നമ്മൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതാ അടുത്ത ഫ്ലവർ ചെയ്തെടുക്കാം. അത് റൗണ്ടാണ് വരച്ചിട്ടുള്ളത്. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ 2-3 ഫ്രഞ്ച് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൂപ്സ് വെച്ചിട്ട് ഈ ഫ്ലവർ കംപ്ലീറ്റ് ആക്കിയിട്ട് എടുക്കാം. ഇതൊരു ഈസി ആയിട്ടുള്ളതാണ്. ഇതിൽ ഞാൻ കുറേ സ്കിപ്പ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ലാഗ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വീഡിയോ കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത്. ഇതാ നമ്മളെ ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞല്ലോ. ഫ്ലവർ ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൂചി ഇടയിലേക്ക് കുത്തി ഇറക്കിയിട്ട് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ത്രെഡിൽ തന്നെയാണ് കെട്ടിട്ട് കൊടുക്കുക. ഇനി പ്രോപ്പറായിട്ട് വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളായിട്ട് വരാം കേട്ടോ.